നിങ്ങൾ എന്നെപ്പോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇപ്പോൾ ഡെഡായെന്ന് തന്നെ പറയാം. കാരണം മംഗ്ലീഷിൻ്റെ ഒഫീഷ്യൽ ആപ്സിൽ ഇപ്പോൾ പുതിയൊരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് മലയാളത്തിലെ ഏത് വേർഡും നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ ഏത് വേർഡും നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് തന്നെ മലയാളത്തിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇതുവരെ അറിയാത്തവർ ജസ്റ്റ് ഈ വീഡിയോ ഫുള്ള് കാണുക, അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ഗൈസ്, നമുക്ക് ആദ്യം മംഗ്ലീഷ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് അവിടെ മംഗ്ലീഷിന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇവിടെ മംഗ്ലീഷ് കീബോർഡ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ മംഗ്ലീഷ് കീബോർഡ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അപ്ഡേറ്റഡ് അല്ല, അപ്പോൾ അപ്ഡേറ്റ് ആക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എല്ലാ ഫീച്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അല്ലാത്തവർക്ക് വലിയ ഫീച്ചറും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആക്കിയതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ അപ്ഡേറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മംഗ്ലീഷ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്താൽ കുറേ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അധികം ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നതാണ്. അറിയാത്തവർ ജസ്റ്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് എല്ലാം ക്ലിക്ക് ചെയ്ത് ഒന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ വല്ല കാര്യങ്ങളൊന്നുമില്ല, ഇത് ജസ്റ്റ് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് വാട്സപ്പിലാണ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് വാട്സപ്പിൽ ജസ്റ്റ് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആദ്യമായിട്ട് മംഗ്ലീഷ് കീബോർഡ് കയറ്റുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്പേസ് ബാറിൽ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ അത് മംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഏത് ബോർഡാണ്, ജി ബോർഡാണെങ്കിൽ നിങ്ങൾക്ക് മംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഓൾറെഡി മംഗ്ലീഷാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മംഗ്ലീഷ് ഇവിടെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു കീബോർഡ് വരുമല്ലോ. ഇങ്ങനെ കീബോർഡ് വന്നതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് കോർണറിൽ ഇപ്പോൾ 4 ഓപ്ഷൻ കാണാം, 4 ഐക്കൺ കാണുന്നുണ്ട്. ഇതിൻ്റെ ആദ്യം 3 ആയിരുന്നുള്ളൂ, ഇപ്പോൾ 4 വന്നിട്ടുണ്ട്. ഈ 4ാമത്തെ ഈ ഒരു ഐക്കണാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇവിടെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, മലയാളമാണോ ഇംഗ്ലീഷാണോ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് വന്നു. അപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം. അപ്പോൾ മലയാളം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് അയക്കേണ്ടത്, ഇപ്പോൾ എന്താണ് അയക്കേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇംഗ്ലീഷിലെ കാര്യമാണെങ്കിൽ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇംഗ്ലീഷിൽ ഏതാ സംഭവം അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മംഗ്ലീഷിൽ മലയാളത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ ഇവിടെ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം മലയാളം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ട സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തുണ്ടോ. അപ്പോൾ നമുക്ക് ആർക്ക് അയച്ചു കൊടുക്കണം, ജസ്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് മലയാളമായി. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വേർഡ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ മലയാളം ആണെങ്കിൽ പിന്നെ ഇംഗ്ലീഷിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് വേർഡ് നമുക്ക് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആൾക്ക് ഇവിടെ മുകളിൽ വന്നിട്ടുണ്ടാകും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. അധികം ആൾക്കാരും വീഡിയോ കണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് നേട്ടം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടിയാണത്. നമ്മൾ കുറച്ച് നല്ല രീതിയിൽ റീച്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഗിവ് അവേഴ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവം മംഗ്ലീഷ് കീബോർഡിൽ വന്ന ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വേർഡ്, ഇപ്പോൾ ഏതെങ്കിലും പുറത്തുള്ള ആൾക്കാരുടെ ബിസിനസ്സുകാർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. പുറത്തുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇംഗ്ലീഷിൽ കുറച്ച് വലിയ വേർഡ് കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അധികം ആൾക്കാർക്കും. അപ്പോൾ ഇങ്ങനെ പറ്റാത്തവർക്ക് ഇതൊക്കെ നല്ലൊരു ഫീച്ചറായിരിക്കും. അപ്പോൾ എനിക്കൊക്കെ അധികം ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതാണ്. ഞാനിപ്പോൾ അധികം ആൾക്കാർക്കും ഞാൻ പുറത്തുള്ള ആൾക്കാർക്കാണ് അധികം മെസ്സേജ് അയക്കാറുള്ളത് എൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അധികം എനിക്കിത് യൂസ് ചെയ്യാൻ ഉപകാരപ്പെടാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.